നമ്മൾ നല്ലൊരു വാട്ടർ ക്ലീനർ വളരെ ചെലവ് ചുരുക്കി എന്ന് പറയുന്നത് കളവായി പോവും. എങ്ങനെയൊക്കെയായാലും 2500 രൂപ, 2500 രൂപ ഉറപ്പായിട്ടും ആകും. അതിനകത്തിൽ യാതൊരു മാറ്റവും ഇല്ല, അത്രയും പൈസ ആവും. കാര്യം അതിന്റെ നമ്മുടെ സാധനങ്ങളുടെ വിലയാണ്. അതിനകത്ത് കള്ളത്തരമൊന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഇതിനകത്തിൽ അത്യാവശ്യം വേണ്ടത് നല്ലൊരു പൈപ്പാണ്. അതിന് ഞങ്ങൾ എടുത്തിരിക്കുന്നത് 1 മീറ്റർ പൈപ്പാണ്. 1 മീറ്റർ പൈപ്പാണിത്. അത് 200 mm ആണ്. 200 mm ഒരു പൈപ്പും 2 ഇൻഡി ഗ്യാപ്പാണ് ഇത്. ഇൻഡി ഗ്യാപ്പും പിന്നെ FGAയും MGAയും. ഇതിനകത്തിൽ മെയിൻ ആയിട്ട് വേണ്ട സാധനം ഇതാണ്. നമ്മൾ ഇതിനകത്തിൽ എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ചിന്റെ പൈപ്പാണ്. കംപ്ലീറ്റ് 1.5 ഇഞ്ചിന്റെ ഫിറ്റിങ്സ് ആണ്. ഫിറ്റിങ്സിനകത്ത് നമുക്ക് യാതൊരു മാറ്റവും ഇല്ല, ഫുള്ള് 1.5 ഇഞ്ചാണ്. അതിനകത്ത് നമുക്ക് 4 ബോൾ വാൽവും ഉണ്ട്, പിന്നെ 4 ടീ ഉണ്ട്, പിന്നെ 25 സെന്റിമീറ്ററിന് കട്ട് ചെയ്ത ഒരു പൈപ്പ് പീസ് ഉണ്ട്, പിന്നെ ഒരു 2 കണക്ടർ ഉണ്ട്. ഇത് ഒരു 54 സെന്റിക്ക് കട്ട് ചെയ്ത ഒരു PVC ആണ്. പിന്നെ 2 ബെൻഡ് ഉണ്ട്, എല്ലാം 1.5 ഇഞ്ചാണ്. പിന്നെ ഇത് 13 സെന്റിക്ക് കട്ട് ചെയ്ത 4 പീസ് ഉണ്ട്. അത് 8 സെന്റിക്ക് കട്ട് ചെയ്ത 2 പീസ്. ഇത് എന്തിനൊക്കെയാണെന്ന് അത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇത് ഈ എൻഡ് ഗ്യാപ്പ് കട്ട് ചെയ്യാൻ കാര്യം ഈ 200 mm പൈപ്പ് കട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ 200 mm ഫിറ്റിങ്സ് നമ്മുടെ ഈ ചെറിയ നാടുകളിൽ കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പം ഞങ്ങളുടെ നാട്ടിലെ നമ്മൾ ഏറ്റവും ടോപ്പ് കടയായ കായംകുളത്തെ ഒരു കടയിലൊക്കെ ഇതിനെപ്പറ്റി നമ്മൾ തിരക്കിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളൊന്നും കിട്ടാൻ ഭയങ്കര പാടാണ്. കാര്യം ഇത് 200 mm പൈപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ ഫിറ്റിങ്സ് കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന് പകരം ഞങ്ങൾ വാങ്ങിച്ചത് 2 എൻഡ് ഗ്യാപ്പാണ്. ഇത് കിട്ടിയത് ഞങ്ങളുടെ ഓലകെട്ടിയിലുള്ള ഒരു കടയിൽ നിന്നാണ്. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഓലകെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി ഞങ്ങൾ അവിടുന്ന് കളക്ട് ചെയ്ത 2 പൈപ്പാണ്. അതിന് ഞങ്ങൾ ഇതിനെ ഈ 1.5 ഇഞ്ചിന്റെ ഈ കട്ടർ വെച്ച് ഇത് ഞങ്ങൾ അവിടുന്ന് തന്നെ വാങ്ങിച്ചതാണ്. PVC പൈപ്പ് കട്ട് ചെയ്യുന്നത് സാധനം, അതായത് PVCയും കട്ട് ചെയ്യാം, വുഡും കട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അത് വെച്ചാണ് ഞങ്ങൾ ഇത് കറക്റ്റ് ഇതിന്റെ അളവിൽ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഇതിനകത്തിലെ ഞങ്ങൾക്ക് ഈ പൈസ ഇച്ചിരി അതായത് ഇതൊരു സെറ്റാണ്. ഇതൊരു സെറ്റിനകത്ത് 4 എണ്ണം ഉണ്ട്. അതിനകത്തില് 150 രൂപയാണ് ഇതിന്റെ വില. അപ്പൊ നമുക്ക് ഈ ഒരു പീസിന്റെ ആവശ്യമൊന്നുള്ളൂ. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായത് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇച്ചിരെങ്കിലും എന്തെങ്കിലും ഒരു ഞങ്ങൾ ഇതിനകത്ത് ഇച്ചിരി പൈസ പോയിട്ടുള്ളത് ഇതിനകത്തിലാണ്. അപ്പൊ അതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്തിൽ വേണ്ട സാധനം നമ്മുടെ ഇത് മൊസ്കിറ്റോ നെറ്റാണ്. മൊസ്കിറ്റോ നെറ്റ് ഞങ്ങളൊരു 6 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ സോൾവെന്റ് ഉണ്ട്, ടഫ്ലോൺ ടേപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ ഈ 1.5 ഇഞ്ചിന്റെ തന്നെ ക്ലിപ്പുണ്ട്. പിന്നെ ഇതിന്റെ ഈ എംസീലിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇത് നമ്മൾ ഈ മറ്റേ FGA MGA കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ലീക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ലീക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിന് മുന്നോടിയായിട്ട് തന്നെ എംസീലിന്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ, എംസീലിന്റെ ഉപയോഗം നമ്മൾ ഈ FGA MGA കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിനകത്ത് കൂടെ ലീക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ലീക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ ശകല MCയിലൂടെ വെച്ച്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൈക്കിളിന്റെ ട്യൂബ് നമുക്ക് ഇതിന്റെ വാഷർ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൊ ഈ വാഷർ കിട്ടാൻ ചാൻസ് കുറവായതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒരു 4 പീസ് നമ്മുടെ സൈക്കിളിന്റെ ട്യൂബാണിത്. ഈ സൈക്കിളിന്റെ ട്യൂബ് 4 പീസ് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വാഷർ പോലെ നമുക്ക് ഇതിനകത്തിലോട്ട് വെച്ച് ഇതിനകത്തിലോട്ട് ഇത് കയറ്റിയിട്ട് ഇവിടെ ഒരു വാഷർ പോലെ ഈ സാധനം വെച്ചിട്ട് ഞങ്ങൾക്ക് പശ വെച്ച് ഒട്ടിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളത് വ്യക്തമായിട്ട് ഞങ്ങൾ പറയാത്തെ. എന്നിട്ട് ഇത് നമ്മൾ വെച്ച് കറക്റ്റായിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മാക്സിമം ലീക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്തത്. എന്നിട്ട് അത് ചെയ്തിട്ട് ഇതിന്റെ സൈഡിൽ ഒരു ശകലം MCയിലൂടെ വെക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ MCയിൽ വാങ്ങിച്ചേക്കുന്നത്. അതാണ് ഇതിന്റെ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഈ വീഡിയോകളൊക്കെ ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതിനകത്ത് ഈ കട്ടയാണ് ഇതിനകത്തിൽ കൂടുതലും ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ ഇത് കട്ടയല്ല ചെയ്തിരിക്കുന്നത്, ഓടാണ്.
ഓടിൻ്റെ അത് പഴയ ഓടായതുകൊണ്ട് ഇത് വെള്ളം പിടിച്ച് ഇത് ഇനി എത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും ഇത് വെള്ളം പിടിച്ചാലും ഇത് പക്ക ക്ലിയർ ആയിരിക്കും. ഓട്ടുമുറിയാണ് ഇതിന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടുമുറി അത്യാവശ്യം ഒരു 20 സെൻറ്റി ഇടാനുള്ള ഓട്ടുമുറി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മെറ്റിലാണ്, 3/4 ഇഞ്ച് മെറ്റിലാണ്. ഈ 3/4 ഇഞ്ച് മെറ്റിനെ തന്നെ ഓരോരുത്തർ പറയുന്നത് 1 ഇഞ്ച് മെറ്റിലെന്നൊക്കെയാണ്. പക്ഷെ ഇത് 3/4 ഇഞ്ച് മെറ്റിലാണ്. പിന്നെ ഇത് നമ്മൾ ഈ ചരലടഞ്ഞതിൻ്റെ വേസ്റ്റാണ്. അതായത് ചരലടഞ്ഞ വേസ്റ്റിനകത്തിൽ അതിൻ്റെ വലിയ തരി, ആ വലിയ തരി നമ്മളിത് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കരി, ഇത് ഒരു 250 തേങ്ങയുടെ കരിയൊക്കെയാണെന്നാണ് പറയുന്നത്, വെറുതെയാ. ഇത് ഒരു 100 ചിരട്ട, അതായത് ഒരു 50 തേങ്ങയുടെ കരിയാണ്. ഇത് ഇത്രയും തന്നെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഒരു 50 തേങ്ങയുടെ ചിരട്ടയുടെ കരി മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലയോ, ഈ ഈ ഈ ഈ സാധനം നമ്മൾ എടുത്തത് കണ്ട്, ഇത് നല്ല ചരളാണ്. അപ്പൊ ഇത് ഇടഞ്ഞതിൻ്റെ വേസ്റ്റാണ്. ഇത് നല്ല ചരളാണ്, തനിച്ചരൾ. ഇതടഞ്ഞതിൻ്റെ വേസ്റ്റാണ് ഇത്. ഇതാണ് പിന്നെ ഇതിനകത്തിൽ ഏറ്റവും ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ച ഒരു സാധനം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ പെയിന്റ് പാട്ട ഇല്ലയോ, പെയിന്റ് പാട്ട ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അതിൻ്റെ അടിയിൽ ഈ സാധനം പൊട്ടിച്ചിട്ടാണ് നമ്മൾ ആ പെയിന്റ് പാട്ട ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഉപയോഗം എന്ന് പറയും, ഇതാണ് ഏറ്റവും കാശ് കൂടുതലുള്ള ഒരു സാധനം കേട്ടോ. ഇത് ഈ 8 ഇഞ്ചിന്റെ അല്ലെങ്കിൽ 200 mm പൈപ്പിന്, ഞാൻ പറഞ്ഞില്ലേ നാട്ടുംപുറത്ത് നമുക്ക് ഇതിന്റെ ഫിറ്റിംഗ് സാധനങ്ങൾ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ ആ പാടുള്ളത് കൊണ്ട് ഞങ്ങൾ കണ്ടെത്തിയ ഒരു സാധനമാണ് ഈ പെയിന്റ് വാട്ടയുടെ സാധനം. ഇതിന്റെ ഇത് ഓപ്പൺ ചെയ്തിട്ടാണ്, ഇത് കളഞ്ഞിട്ടാണ് അവർ പെയിന്റ് വാട്ട ഓപ്പൺ ചെയ്തത്. അപ്പൊ നമ്മൾ ഫിറ്റുകളടിക്കുന്ന ക്ലിപ്പ് അതിന് പകരമായിട്ട് ഇതാണ്. അപ്പോൾ ഇത് വെച്ചാണ് ഈ 2 എണ്ണം ഞങ്ങൾ ഇത് 2 സൈഡിലും അടിക്കുന്നത്. ഇനി ഫിറ്റിങ്സ് ആണ്, ഫിറ്റിങ്സിലൂടെ അടുത്തത് പറയാം. നമ്മൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ സാധനത്തിന് നല്ല വിലയുള്ളതായതുകൊണ്ട് നമ്മൾ ഇതിന്റെ സുരക്ഷ, അതായത് നമ്മൾക്ക് പൈസയാണ്, ഓരോ സാധനത്തിനും പൈസയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ എഡ്ജിന് നമുക്ക് ശകലം MC ഒരിക്കലും ലീക്ക് ഉണ്ടാകാതിരിക്കുക, ഉണ്ടാവോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തിനാണ് പരീക്ഷിക്കുന്നത്, നമുക്ക് ശകലം MC തൂത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. MC ഇതുപോലെ നീളത്തില് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതിങ്ങനെ അങ്ങ് ഫിറ്റ് ചെയ്യുക. നമ്മൾ കണ്ട ഇതിലെ സൈഡിലെ MC വെച്ച് നമ്മൾ നല്ല രീതിയിൽ ഈ 2 എൻഡ് ഗ്യാപ്പിന്റെ MC വെച്ച് നമുക്ക് ഇത് ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പക്ക ക്ലിയർ ആണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിക്കാൻ ഒരു പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ഈ പൈപ്പ് ഈ വീഡിയോയ്ക്കകത്ത് നമ്മളിപ്പോൾ കണ്ടേ ഈ പൈപ്പ് നമ്മൾ ഇതിലോട്ട് സെറ്റ് ചെയ്യും. ഇത് നമ്മൾ MC എന്തുവാ പശ വെച്ച് ഒട്ടിച്ചിട്ട് നമ്മൾ ഈ മൊസ്കിറ്റോ നെറ്റ് ഇതിനകത്തോട്ട് ഇറക്കുകയാണ്. ഇതിനകത്തോട്ട് ഇറക്കിയിട്ടാണ് നമ്മൾ ആദ്യം ഓട്ടുമുറി ഇടുന്നത്. ഓട്ടുമുറി ഇടുമ്പോഴത്തേക്ക് ഇത് വള്ളിപ്പോയിട്ട് ഇതിനകത്ത് കൂടെ വേസ്റ്റ് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പൈപ്പ് ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്താണ് ഇച്ചിരി വേസ്റ്റ് ഇതിന്റെ ഏകദേശം ലെവല്, അതായത് ഇതിനെക്കാട്ടും ഒരു ശകലം താന്ന് നിന്നാലും കുഴപ്പമില്ല, ഈ ലെവലിൽ നമ്മൾ ഈ സാധനം വേസ്റ്റ് അല്ല, ഇത് ചരലടഞ്ഞത് തന്നെ, നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ച സാധനം തന്നെയാണ്, അത് വെച്ച് ക്ലിയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ നെറ്റ് പക്ക ക്ലിയർ ആയിട്ട് അവിടെ ഇരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഇതിനകത്ത് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം ഇതാണ്. അപ്പൊ നമുക്ക് കാണിക്കാം.
നമ്മുടെ FTA MTA ആ സാധനം ഇല്ലേ, ഇതുകൊണ്ട് ആ പൈപ്പിനകത്തോട്ട് അത് കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. കാണാവോ? അതുകൊണ്ട് ആ സാധനം അത്രയും പൊങ്ങി നിൽക്കുന്നതുണ്ടോ. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് ഒരിക്കലും മൊസ്കിറ്റോ നെറ്റ് ഇറക്കി കൊടുക്കരുത്. അപ്പൊ ഇറക്കി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേണ്ട നമ്മൾ ഇതിനകത്ത് ഇടാൻ ഉദ്ദേശിച്ച ഇച്ചിരി നമ്മൾ ഇതിനകത്ത് ഇച്ചിരി ചറലടഞ്ഞതിന്റെ വേസ്റ്റ് നമ്മൾ ഇതിന്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്താലുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ആ മൊസ്കിറ്റോ നെറ്റ് നമ്മൾ ഇതിനകത്തിലോട്ട് ഇറക്കി വിടുമ്പം അതൊരുമാതിരി നല്ല ലെവലോടെ നിൽക്കും. ഈ നമ്മൾ ഇത് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ട FCMDMA അതിന്റെ ആ ലെവല് ക്ലിയർ ചെയ്യണം. ആ ലെവല് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആണ്ട് ഇനി നമുക്ക് മൊസ്കിറ്റോ നെറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ലെവലിൽ മൊസ്കിറ്റോ നെറ്റ് നമ്മുടെ 200 mm ആ പൈപ്പിനകത്തിൽ അത് കിടക്കും. നമ്മുടെ മൊസ്കിറ്റോ നെറ്റ് ആണ്, അതും ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. നമ്മൾ ഇടുന്ന സാധനം എല്ലാം ക്ലിയർ ചെയ്ത് വേണം നമുക്കിടാൻ. നമ്മുടെ ആദ്യത്തെ മൊസ്കിറ്റോ നെറ്റ് നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്. ഇതിട്ടിട്ട് നമ്മൾ ഇതിനെ ക്ലിയർ ചെയ്യണം. ഇത് കറക്റ്റ് ആയിട്ടല്ല പോയി കിടക്കുന്നത്. അപ്പം നമ്മൾ അതിന്റെ പൈപ്പ്, നമ്മുടെ പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പ് വെച്ച് ഇവനെ പക്ക ക്ലിയർ ആക്കി സമയമെടുത്ത് തന്നെ ചെയ്യണം. ഇത് നമ്മളൊരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇറക്കുന്ന ഒരു സാധനമാകരുത്. ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇത്ര ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിന്റെ ആദ്യത്തെ, അതായത് നമ്മൾ ഈ സാധനം ലോഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ആ FTA MTA നമ്മളത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ സാധനം ഇട്ട് ക്ലിയർ ചെയ്തതേ ഉള്ളൂ. നമ്മൾ ഇനി അതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് ഓട് കഷ്ണമാണ്. അത് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഒരിക്കലും നമ്മുടെ നെറ്റ് കീറാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഇതിപ്പോൾ മൊത്തത്തിൽ നമ്മൾ എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ പൈപ്പിന്റെ അവിടുത്തെ ആ നെറ്റ് കീറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം മതി. നമ്മുടെ ആ നെറ്റിന്റെ മുകളിൽ ഒരു ശകലമൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഫുൾ ഇട്ട് കൊടുത്താലും പിന്നെ നമ്മുടെ നെറ്റ് കീറത്തില്ല. ഞാനത് വീഡിയോ കാണിച്ചു തരാം. ഞാൻ കുറച്ചിട്ടിട്ട് ഞാനത് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഓട്ടുമുറി നമ്മുടെ നെറ്റ് കീറാത്ത പരുവത്തിൽ നമ്മളത് ഇപ്പൊ മൊത്തത്തിൽ വീണിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്കിത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. നമുക്കിത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മൊത്തത്തിൽ ഇടത്തില്ല. കാരണം ഇത് നമുക്ക് സ്വന്തമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുവാണ്. അതുകൊണ്ട് നമ്മൾ അത് അത്രയും സൂക്ഷിച്ച് ചെയ്യാവോ അത്രയും സൂക്ഷിച്ച് ചെയ്യാം. കുറെ സമയം എടുക്കുമായിരിക്കും. അപ്പൊ നമ്മളത് ഇത് കറക്റ്റ്. ഇപ്പൊ നമ്മുടെ ഓട്ടുമുറിയുടെ ഭാഗം എല്ലാം നമ്മൾ ഒരുമാതിരി ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ 1.5 മീറ്റർ പൈപ്പ് വെച്ച് നമ്മളത് കംപ്ലീറ്റ് ഏകദേശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇങ്ങോട്ട് കാണിച്ച് നമ്മൾ ഇതാണ്ട് ഇത് കണ്ടോ, ഇതുപോലെ ഈ ഒരു സൈഡും പൊങ്ങി നിൽക്കാതെ മാക്സിമം ഞാൻ പറഞ്ഞില്ലേ, ഇത് സമയം എടുത്ത് തന്നെ മാക്സിമം ചെയ്യുക. എന്നിട്ട് നമ്മൾ കണ്ട് ഈ പൈപ്പ് അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് അടുത്ത നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത മെറ്റിലാണ് ഇതിനകത്തിൽ വരാൻ പോകുന്നത്. അടുത്തത് നമ്മുടെ മെറ്റിലാണ്. അപ്പം മെറ്റിലിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മുടെ നെറ്റ് കീറാതിരിക്കാൻ പെതുക്കെ ഇട്ട് കൊടുക്കണം. ഇതും കറക്റ്റ് 20 സെന്റിയാണ്. 20 സെന്റിക്കാണ് നമ്മൾ സാധനം എല്ലാം എടുത്തേക്കുന്നത്. നമ്മൾ പെതുക്കെ ആ നെറ്റ് ഒരിക്കലും അടുത്ത നമ്മള് ഇതിനകത്തിലോട്ട് ഇതിന്റെ മർമ്മപ്രധാനമായിട്ട് സാധനമാണ് നമ്മൾ അടുത്തത്. അത് തന്നെ ഏറ്റവും പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഈ സാധനങ്ങൾ നമ്മൾ ഇത്രയും നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ വാഷ് ചെയ്യാൻ ഏറ്റവും പാടുള്ള ഒരു സാധനമാണ്. കാര്യം ഇത് വാഷ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ ഒരു ടാങ്ക് വെള്ളം തീർന്ന് സാധനം കരിയാണ്. എത്ര കഴുകിയാലും കറക തന്നെ വന്നുകൊണ്ടിരിക്കും. എന്നാലും നമുക്ക് വാഷ് ചെയ്യുമ്പോൾ നമുക്കൊരു തൃപ്തി വേണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്തിലാണ്
ശരിക്കും വിഷമിച്ച് ഇതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി. അതായത് നല്ല പാട് വിട്ടു കേട്ടാ, ഈ പരുവത്തിലൊക്കെ ഒന്ന് തിളക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ട്. അപ്പൊ നമ്മുടെ കഷ്ടപ്പാട് അടുത്ത ഞാൻ പറഞ്ഞില്ലേ, മർമ്മപ്രധാനമായിട്ട് സാധനം നമ്മൾ ഇതിനകത്തിലോട്ട് തന്നെ കഷ്ടപ്പാടിന്റെ കാര്യം. ഇത് കഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളതാണ് നമ്മൾ കഷ്ടപ്പെടാനും തയ്യാറാകുന്നത്. കണ്ടോ, വാരിയും കൊണ്ടിടുമ്പോ കിലി കിലാന്ന് സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. കണ്ടോ ആ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച്. ആ ഇപ്പൊ നമ്മുടെ ചിരട്ടക്കരി നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും വലിയ രസം, നമുക്ക് ഇനി ഇത് കൈ കൊണ്ട് നമുക്കിത് ലെവൽ ചെയ്യാം. നമ്മുടെ കൈ താഴോട്ട് ഇറക്കി ഇട്ടിട്ട് നമുക്കിത് ക്ലിയർ ചെയ്യാം. കാണിച്ചേ. ഇനി നമുക്ക് കണ്ട, എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് മസ്കിറ്റോ നെറ്റ് അടുത്തത് പക്ക ക്ലിയർ ആയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, തന്നെ ആയതുകൊണ്ട് കണ്ടോ ഇച്ചിരി മുഴുപ്പുണ്ട്. അപ്പൊ അത് നമ്മളതിനെ ബേബി മെറ്റലിന് പകരം നമ്മളിത് ഉപയോഗിച്ചു. ചരളല്ലേ ഏറ്റവും നല്ലത്. നമുക്ക് കിട്ടുന്ന വെള്ളത്തിന് നല്ല കൂളിങ്ങും കിട്ടും. നമുക്ക് ഈ ഒരു ഇത് അത്രേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ പരീക്ഷണമാണ് ഈ നമ്മുടെ ഈ നൈസായിട്ടുള്ള മണ്ണ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു പോളിസ്റ്റർ തുണി നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ രണ്ട് സൈഡ് സഞ്ചി പോലെ തയ്ച്ചെടുത്തിട്ട് നമ്മൾ ഈ മണ്ണ് ഇതിനകത്തിൽ നിറയ്ക്കുകയാണ്. ഇതിനകത്തിൽ നിറച്ചിട്ട് ഇതിന്റെ ടോപ്പിലിടുന്ന സാധനം, പോളിസ്റ്റർ തുണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നശിച്ചു പോകത്തില്ല. അങ്ങനെ വെള്ളത്തിൽ കിടന്നാൽ ഇത് പെട്ടെന്ന് ഇത് ചീത്തയായി പോകത്തില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മണ്ണ് ഇതിനകത്തിൽ നിറച്ചിട്ട് ഇതിനകത്തിലിടും. അപ്പൊ ഇതിനകത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം, അതായത് നമ്മുടെ ഈ മണ്ണ്, നമ്മുടെ വെള്ളം വാഷ് ചെയ്യുന്ന സാധനം ഈ പൊടി മണ്ണാണ്. അപ്പൊ ഈ മണ്ണ് ഒരിക്കലും പുറത്തു പോകാൻ ഇടയാവരുത്. ഇടയാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പരീക്ഷണമാണ്, അത് ഞാൻ പ്രത്യേകം പറയാം. നമ്മളൊരു പരീക്ഷണ രീതിയിൽ നമ്മളിപ്പോൾ ഇത് ചെയ്യുകയാണ്. നമ്മൾ ഇതുപോലൊരു സാധനത്തിനകത്തോട്ട് മണ്ണ് നിറയ്ക്കുകയാണ്. മണ്ണ് നിറച്ചിട്ട് ഇതിന്റെ ടോപ്പിലിടുന്നത് നമ്മളിതുപോലെ ഒരു കിറ്റ് ഉണ്ടാക്കി കിറ്റിനകത്താണ്. അപ്പൊ ഞാനത് കാണിക്കാം. ഇത് നിറച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മളിത് കെട്ടുമ്പോഴേ നമ്മൾ ഇതിനകത്തിൽ ചരടോ മറ്റുള്ള അങ്ങനെയുള്ള ഒരു സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കരുത്. കാര്യം ഇതിനകത്തിൽ മറ്റൊരു സാധനവും വരാൻ പാടില്ല. ഇപ്പം എന്താണ്ട ഇത്രയും മതി, ഇത്രയും മതി. ഇനി ഇതിനെ നമ്മൾ നോക്കണം. അപ്പൊ നമ്മുടെ സാധനം ഫില്ലായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന്റെ മുകളിലത്തെ ക്യാപ്പും വെച്ചടച്ച് ഇനി നമ്മളിത് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ ഞങ്ങൾ തരാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കാര്യം ആയതുകൊണ്ടാണ് നമ്മളത് അടിവശവും ക്ലിയർ ചെയ്ത് മുകൾ വശവും ക്ലിയർ ചെയ്ത് ഫിൽറ്റർ ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ കൂടാണ് ഇതിന്റെ വേസ്റ്റ് കംപ്ലീറ്റ് പോകുന്നത്. പക്ഷെ ഇതിന് ആ ഇടയ്ക്കുള്ള വേസ്റ്റ് പോകാനുള്ള ഗ്യാപ്പ് ആരും കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്കുള്ള ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇതിന്റെ അടിയിൽ കൂടെ വാഷ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. ഭിത്തിയിൽ നമ്മൾ എൽ ക്ലാമ്പ് കൊടുക്കുകയാണ്. 2 എൽ ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആണി അടിച്ച് സെറ്റ് ചെയ്തേക്കുകയാണ്. ഇതിൻ്റെ മണ്ടക്കാട്ടാണ് നമ്മൾ ഫിൽറ്റർ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇത് വെച്ച് ആണിയൊക്കെ അടിച്ച് നല്ല സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഫിൽറ്റർ വെച്ചത് ഒത്തിരി രാത്രി ആയിപ്പോയതുകൊണ്ട് അതിനെ വിശദമായിട്ട് അത് കാണിക്കാൻ പറ്റിയില്ല. കാര്യം ഇതെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരുപാട് രാത്രി ആയിപ്പോയി. അതുകൊണ്ടാണ്. ഇതാണ് നമ്മൾ ടാങ്കിൽ നിന്നും വരുന്ന ലൈനാണ്. അപ്പൊ അതിനെ നമ്മളൊരു ടീ കൊടുത്ത് ബോൾ വാൽവിൽ, ഇവിടെ ഒരു ബോൾ വാൽവ് ഉണ്ട്. ബോൾ വാൽവ് വന്നിട്ട് അവിടെ ഒരു ടീ വന്ന്, പിന്നെ അവിടെ നിന്നാണ് ഫിൽറ്ററിലോട്ട് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടൊരു ബോൾ വാൽവ് ഉണ്ട്. അവിടെ നമ്മൾ ബെൻഡ് കൊടുത്ത് പൈപ്പ് പുറത്തോട്ട് ഇട്ടേക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇതിന്റെ അടിയിൽ നമ്മൾ ഇറങ്ങിപ്പോകുന്ന ലൈനാണ്. അവിടെ ഒരു ടീ ഉണ്ട്, ഇവിടെ ഒരു ബോൾ വാൽവ് ഉണ്ട്.
ഇവിടെ ഒരു ടീ കൊടുത്ത് വെള്ളം നമുക്ക് ഇതിനകത്തുനിന്ന് താഴോട്ട് വരുന്ന ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോപ്പറയിലാണ് ഈ സാധനം ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ബോൾ വാൽവ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാ വീട്ടിലെയും ടാങ്കിൽ നിന്ന് വെള്ളം വരുന്നതിന്റെ അവിടെ ഇരിക്കുന്ന ഒരു ബോൾ വാൽവ് ആണ്. ഇതിന്റെ ഉപയോഗം നമ്മളിത് ഉപയോഗമുണ്ട് നമുക്കിതിനെ. ഇപ്പം ഇത് നമ്മൾ ഈ മേളിൽ നിന്ന് വരുന്ന വെള്ളം ഈ താഴോട്ട് പൈപ്പിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ഇപ്പം ഇത് സ്റ്റോപ്പ് ചെയ്തേക്കുകയാണ്. സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ഈ ബോൾ വാൽവ് ഈ ലൈനൂടെ ഇതുവഴിയാണ് നമ്മൾ ഈ ഫിൽറ്ററിനകത്തോട്ട് വരുന്നത്. അതായത് ഫിൽറ്ററിനകത്ത് വരുന്ന വെള്ളം കറക്റ്റ് ഫിൽറ്ററായി വെള്ളം താഴെ വന്ന് അവിടുന്ന് നമ്മുടെ വീട്ടിലെ ഉപയോഗങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. നമ്മൾ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞപ്പോഴേ ഫിൽറ്ററിന്റെ നമ്മളെ പൊടിമണൽ നമ്മൾ സെറ്റ് ചെയ്തത് ഇതിനകത്തിൽ നിറച്ചേക്കുന്നത് നമ്മൾ പോളിസ്റ്റർ തുണിക്കകത്തിൽ നമ്മൾ സഞ്ചി പോലാക്കിയിട്ട് അതിനകത്തിലാണ് ഈ മണ്ണ് നിറച്ച് അതിന്റെ മേളിൽ കെട്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇറക്കിയേക്കുന്നത്. അതിന്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഈ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തിലെ അഴുക്ക് വെള്ളം വരുന്നത് ഇതുവഴിയാണ്. ഈ ലൈനിൽ കൂടെയാണ് അഴുക്ക് വെള്ളം വരുന്നത്. അപ്പൊ ഈ പൊടിമണൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ മൊസ്കിറ്റോ നെറ്റ് വെച്ചാൽ പോലും അതിനകത്ത് കൂടെ ഈ വെള്ളം റീഫ്രഷ് ആവുന്ന സമയത്ത് ഈ മണ്ണ് മൊത്തം പുറത്തു പോകും. പുറത്ത് ഒരു 3, 4, 5 തവണ ആകുമ്പോഴത്തേക്ക് പിന്നെ ഇതിനകത്ത് ഈ പൊടിമണ്ണ് കാണത്തില്ല. അപ്പൊ ആ മണ്ണ് മൊത്തം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പോളിസ്റ്റർ തുണിക്കകത്തിൽ ക്ലീൻ ചെയ്യാൻ പൊടിമണൽ നിറച്ച് സെറ്റ് ചെയ്തേക്കുന്നത്. അതിനുവേണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ക്ലീനിങ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് കണ്ടത് ഇതിപ്പോ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിപ്പോ ഓപ്പൺ ആണ്. ഇത് ഓപ്പൺ ആയിരുന്നു. ഇനി നമുക്ക് ഇത് ലോക്ക് ആക്കണം. ഇത് ലോക്കാക്കി. ഇതും ഓപ്പൺ ആണ്. നമുക്ക് വേണ്ടേ ഇത് തുറക്കാമെന്നുണ്ടെങ്കിൽ ഇനിയും ഈ ഫിൽറ്റർ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഫുള്ള് തുറന്നിട്ടില്ല. ഫുള്ള് തുറന്നാൽ നല്ല ഫോഴ്സാണ്. കണ്ടോ, ഈ ഫിൽറ്ററിന്റെ അകത്ത് നമ്മൾ ഒരു ശകലം പോലും മണ്ണ് നമ്മുടെ പൊടിമണൽ ഒരു കാരണവശാലും പുറത്തു വരുന്നില്ല. പൊടിമണൽ മൊത്തത്തിൽ തന്നെ ഇട്ടാലും ആ മണ്ണ് പുറത്തു പോകും. അതിന് ഗ്യാരണ്ടിയാണ്. അപ്പൊ അതിന് പോളിസ്റ്റർ തുണിക്കകത്ത് തന്നെ ആ സംഭവം കെട്ടണം. ഇത് നമ്മളിപ്പം ഈ ഫിൽറ്ററിന്റെ മുകൾ വശം ക്ലീൻ ചെയ്യുന്ന സംഭവമാണ്. മുകൾ വശം ക്ലീൻ ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചത്. ഇനി ഇതിന്റെ അടിവശം ക്ലീൻ ചെയ്യണം. നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നത് ഒരു സൈഡിൽ കൂടെ ക്ലീനിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ അടിവശവും ക്ലീൻ ചെയ്യണം. കാര്യം എത്രയൊക്കെയായാലും അഴുക്ക് താഴോട്ട് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ താഴോട്ട് എന്തായാലും ഉറപ്പായിട്ട് ഇറങ്ങി വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് താഴ്വശവും ക്ലീൻ ചെയ്യണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ലോക്ക് ആക്കണം. ഇത് ലോക്ക് ആയി കഴിയുമ്പം പിന്നെ നമ്മുടെ ഫിൽറ്ററിലോട്ടാണ് വെള്ളം വരുന്നത്. ഇത് നമ്മൾ അടിവശം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടാപ്പിലോട്ട് വെള്ളം പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ വീട്ടിലോട്ട് ഈ അഴുക്ക് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ബോൾ വാൽവ് വെച്ചേക്കുന്നത്. ഈ അടിവശത്തെ നമ്മൾ ഈ ബോൾ വാൽവ് വെച്ചേക്കുന്നത് അതിനാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളിത് അടിവശം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് ലോക്ക് ചെയ്യണം. ഇത് ലോക്ക് ചെയ്തിട്ട് ഇപ്പൊ നമുക്കിപ്പം ഫിൽറ്ററിനകത്ത് വെള്ളം വരുക, മേളിൽ നിന്ന് തന്നെ ഫിൽറ്ററിനകത്തിലോട്ടാണ് വെള്ളം വരുന്നത്. എന്നിട്ട് നമുക്ക് അടിവശം ക്ലീൻ ചെയ്യാൻ ഇത് ക്ലീൻ ചെയ്യാം. കണ്ടോ, അടിവശവും ക്ലീൻ ചെയ്യാം. അപ്പൊ നമ്മുടെ ഫിൽറ്ററിന്റെ മുകൾ വശവും ക്ലീൻ ചെയ്യാനുള്ള സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. അടിവശവും ക്ലീൻ ചെയ്യാനുള്ള സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മൾ ഇന്നലെ വെച്ചതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് വലുതായിട്ട് നമുക്ക് അഴുക്ക് നമുക്ക് കാണാത്തത്. അപ്പൊ എന്തായാലും നമ്മളിത് നല്ല രീതിയിൽ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തായാലും ഇത് ഓൾറെഡി ഇതിനകത്ത് അഴുക്ക് വരും. അഴുക്ക് വരുന്ന സമയത്ത് നമുക്ക് താഴെയും ക്ലീൻ ചെയ്യാം, മുകളിലും ക്ലീൻ ചെയ്യാം. ആ സിസ്റ്റത്തിലാണ് നമ്മൾ ഈ ഫിൽറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ ഐഡിയക്ക് ചെയ്തതാണ്. ഞങ്ങളാരും പ്ലംബർമാരും അല്ല. ഞങ്ങളുടെ ഒരു ഐഡിയക്ക് ഞങ്ങൾക്ക് ഇത് ചെയ്തൊരു വർക്കാണിത്. നമ്മൾ ഫിൽറ്റർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ എടുക്കുന്നത് തമ്മിലുള്ള വെള്ളത്തിന്റെ വ്യത്യാസമാണ്. ഇതാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ വെള്ളം. നമ്മൾ സ്ഥിരം ഇത് കുറേ നാളുകൊണ്ട് ഈ വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്തതിന് ശേഷമുള്ള വെള്ളം ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഈ ടാങ്കിനകത്ത് വരുന്ന വെള്ളത്തിന്റെ വീഡിയോയുടെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി അതിന് എന്തെങ്കിലും ഇതായിട്ട് വല്ലതും പറഞ്ഞാലോ, ഇത്
ക്ലീൻ വെള്ളമാണെന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല അഴുക്കുണ്ട് വെള്ളത്തിൽ. പിന്നെ ഇതിന് വെള്ളത്തിന്റെ ഒരു പ്രശ്നം, നല്ല ഒരു ചൊവയുണ്ട്. നമ്മളിപ്പം അല്ലാതെ നമ്മൾ ഫിൽറ്റർ ചെയ്യുന്ന എടുത്തു വെച്ച വെള്ളം. കിണറോടെ കാണിച്ചു. പിന്നെ ഇവിടുത്തെ കിണറാണിത്. അതും കാണിച്ചു തരാം. കണ്ടോ, നല്ല ഓരമുള്ള വെള്ളമാണ്, നല്ല കലക്കലും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ.